ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലാഞ്ചി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഒരു നാടൻ വിഭവമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാവണം ഒരു മധുരമായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ എലാഞ്ചി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ദോശമാവ് പോലെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുട്ട, ഒരു 2-3 തവിയോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്കായിട്ട് മാറ്റി വെക്കാം. ഇനി തയ്യാറാക്കുന്നത് അതിലേക്കുള്ള ഫില്ലിങ്സ് ആണ്. ഒരു ചട്ടി എടുത്തിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊരു പഞ്ചസാര മെൽറ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്സും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശകളൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ദോശച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ റെഡി ആയിട്ടുള്ള ദോശ ഒരു പാത്രത്തിലേക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു തവിയോളം വെച്ചെടുത്തിട്ടുണ്ട്. ഇത് മടക്കുന്നത് കാണിക്കാം. അങ്ങനെ ഉള്ളിലേക്കായിട്ട് മടക്കിയിട്ട് വെക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ അങ്ങനെ എല്ലാതും ചുട്ടെടുത്ത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ എലാഞ്ചി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.